ഈ ശബരിമലയുടെ സെക്യൂരിറ്റിയുടെ ചുമതല ആർക്കാണ്? പോലീസല്ലേ? ഒബ്വിയസ്ലി സ്റ്റേറ്റ് ലോ ആൻഡ് ഓർഡർ സിസ്റ്റം, ഹോം ഡിപ്പാർട്ട്മെന്റ്. ഹോമിന്റെ മിനിസ്റ്റർ 10 കൊല്ലമായിട്ട് ഒരു വ്യക്തിയല്ലേ. അവിടുന്ന് പിന്നെ ഈ ശബരിമല സ്വർണ്ണപ്പാളികൾ ഹൈദരാബാദിനും പിന്നെ റോഡ് മാർഗം ഓമിനി വാന്റെ പുറകിൽ ചാക്കിലിട്ട് ട്രാക്ടറിൽ കൊണ്ടുപോയിട്ട് ദേവസ്വം സെക്യൂരിറ്റിയുടെ പോലീസ് സൂപ്രണ്ട് ആരാണ്? ഡെപ്യൂട്ടേഷനിൽ പോലീസിൽ നിന്നുള്ള ഓഫീസറാണ്. സംസ്ഥാനത്തിന് ഇന്റലിജൻസ് മേധാവിയില്ലേ? ശബരിമലയിൽ നിന്നും കിലോ കണക്കിന് സ്വർണം ഹൈദരാബാദിലേക്കും ചെന്നൈയിലേക്കും നടൻ ജയറാമിന്റെ വീട്ടിലേക്കും, അതായത് കേരളം ഒഴിച്ച് കേരളത്തിന് പുറത്ത് എല്ലാ സ്ഥലങ്ങളിലേക്കും പോവുകയും പ്രദർശിക്കപ്പെടുകയും ദേവസ്വം മാനുവലിന് ഘടകവിരുദ്ധമായിട്ട് ഇത് സ്വർണം നാട് മുഴുവൻ പോവുകയും അതിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന്റെ SIT പറയുന്നത് 4-4.5 കിലോ അതിൽ നിന്ന് കാണാതെ പോയി. എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞുകൂടാ, ആർക്ക് വിറ്റെന്ന് അറിഞ്ഞുകൂടാ, ആരിൽ നിന്ന് റിസീവ് ചെയ്തെന്ന് അറിഞ്ഞുകൂടാ. സ്റ്റേറ്റ് സെക്യൂരിറ്റിക്ക് ഒരു ഉത്തരവാദിത്വത്തിനകത്തില്ലേ? എന്തിനാണ് ഇന്റലിജൻസ് സംവിധാനം? ഷാജന്റെ എന്റെയും ഫോൺ ടാപ്പ് ചെയ്യാനാണോ ഇന്റലിജൻസ് സംവിധാനം? അത് നടക്കുന്നുണ്ട്. ശബരിമല ശാസ്താവിന്റെ സ്വർണം 5 കിലോ കാണാനില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പല ചാനലുകൾ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്നയാൾ ജയിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ഉറക്കെ ചിരിക്കാറുള്ളത്. ശബരിമല ശാസ്താവിന്റെ അവിടെ ഉയർത്തിയിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഹൈദരാബാദിലേക്ക് റോഡ് മാർഗം പോവുകയാണ്. കേരളത്തിൽ നിന്ന് റോഡ് മാർഗം ഈ ദ്വാരപാലക ശില്പം കൊണ്ടുപോകുമ്പോൾ അതിനകത്തൊരു പാസ് പോലും, ദേവസ്വത്തിന്റെ ഒരു ഓതറൈസേഷൻ ലെറ്റർ പോലും ഇല്ല. ചാക്കി കെട്ടി ഒരു തന്നെ ഇട്ടുകൊണ്ട് പോകും. മോട്ടിച്ചോണ്ട് പോവുകയാണെങ്കിലും ആർക്കും ഒരു പ്രശ്നവുമില്ല. ദ്വാരപാലക ശില്പം കൊണ്ടു ചെന്ന് വെക്കേണ്ടടുത്ത് വെച്ചു, അതിന് സ്വർണം ഊറ്റി ശ്രീകോവിലിന്റെ വാതിൽപ്പാളി. അല്ല, ഈ ശബരിമലയിൽ ആ ക്ഷേത്ര സമുച്ചയവും കുറെ ബാക്കി നിൽക്കുന്നത് വലിയ അതിശയമായിരിക്കും. ഇനി ഒരു ഭരണസമിതി പ്രശാന്ത് ഒരു ടേമും കൂടെ പൂർത്തിയാക്കിയിരുന്നെങ്കിൽ വേണമെങ്കിൽ ക്ഷേത്രം അടക്കം അടിച്ചുകൊണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ടൈപ്പിനെ കൊണ്ടുവച്ചാൽ അത് ഒറിജിനൽ ആണോ എന്നുള്ളത് ആരോ സംശയം പറഞ്ഞായിരുന്നു. ഇപ്പൊ മാറ്റി പോയിട്ടുണ്ടോ? അപ്പോൾ അതൊക്കെ അതിനകത്ത് ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നെ പറഞ്ഞല്ലോ, ഇത് ആന്റിക് വാല്യൂവിന് വിറ്റോ നമുക്ക് സംശയമുണ്ട്. ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, ഇലക്ഷൻ കഴിഞ്ഞ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് പോലീസിന്റെ ഒരു ടാക്ടിക്കൽ മൂവാണ്. പോലീസിന് ചിലപ്പം സ്ഥിതിഗതി ഒന്ന് മാറുകയാണെങ്കിൽ കുറച്ചുപേരെയും കൂടെ തട്ടിയകത്താക്കാന്ന് തോന്നുന്നുണ്ടാവും. അതറിയാൻ പാടില്ല. അത് വെദർ ദേ ആർ പ്ലേയിങ് ഇറ്റ് ടു ഡിലേ ടു ഗെറ്റ് മോർ ഈസ് ഓൺ, ചിലപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരിക്കാം. പക്ഷേ അത് എന്റെ തടെ അവസാന ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിനകത്തും സ്വർണ്ണം ആര് കൈപ്പറ്റിയെന്നോ നേട്ടം ആര് കൈപ്പറ്റിയെന്നോ ഇല്ല. അതായത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം ഹിന്ദു പാർട്ടിയായി മാറാനുള്ള CPM-ന്റെ നീക്കം പൊളിഞ്ഞു പോകുന്നത് അയ്യപ്പൻ ഈ മോഷണ കേസ് അറ്റ്ലീസ്റ്റ് അയ്യപ്പ സംഗമം, ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിന്റെ പർപ്പസ് പൊളിച്ചെടുക്കുന്നത് അയ്യപ്പനാണ്. അക്ഷരാർത്ഥത്തിൽ അയ്യപ്പൻ SIT-യുടെയും ഹൈക്കോടതിയുടെയും രൂപത്തിൽ പുലിപ്പുറത്ത് കയറി ആഗോള സംഗമത്തിന്റെ വേദിയിലേക്ക് വരികയും ഇത് ആഘോഷിക്കാൻ കൂടിയിരുന്ന ആളുകളെ കടിച്ചു പറിക്കുകയാണ് ചെയ്തത്. ആ കടിച്ചു പറി പൂർത്തിയായപ്പോൾ കുറെ എണ്ണം സെൻട്രൽ ജയിലിലായി.